എന്തെങ്കിലും വെയിറ്റ് ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെയർ പ്രസ് ചെയ്താൽ ആ വെയിറ്റ് ക്ലിയർ ആവും. ഇനി നമ്മളിപ്പോൾ ഇതിനകത്തൊരു 3 ഐറ്റത്തിൻ്റെ വില നമ്മൾ സേവ് ചെയ്യാനായിട്ട് പോവാം. ഒന്നാമത്തെ ഐറ്റത്തിൻ്റെ വില ഞാനിപ്പോൾ ഒരു 100 രൂപ അടിച്ചു. എന്നിട്ട് ഈ M+ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് 01. അപ്പോൾ ഒന്നാമത്തെ നമ്പറിലേക്ക് ആ വില സേവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു 900 രൂപ അടിച്ചു. അത് ഞാൻ സേവ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ നമ്പറിലേക്ക്. അപ്പോൾ M+02. അപ്പോൾ അതും സേവ് ആയിട്ടുണ്ട്. ഒരെണ്ണം കൂടെ അടിക്കാം. 800 രൂപ കൊടുത്തു. M+03. അങ്ങനെ ഇപ്പോൾ 3 ഐറ്റത്തിൻ്റെ വില നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്താൽ നമ്മുടെ നോർമലി ഉള്ള വെയ് മോഡിലേക്ക് വരും. ഇനി റീകോൾ ചെയ്യാനായിട്ട് ഈ റീകോൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മൾ കൊടുത്ത നമ്പർ കൊടുക്കുക. 01 ആകുമ്പോൾ കണ്ടോ 100 വന്നു. ക്ലിയർ പ്രസ് ചെയ്തു. 02 ആയപ്പോൾ 900 വരും. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇതുപോലൊരു കസ്റ്റമർ വന്നപ്പോൾ നമ്മൾ ഇതുപോലെ റീകോൾ ചെയ്തു, വെയിറ്റ് വെച്ചു. ഒരു കസ്റ്റമർ വരുമ്പോൾ നമുക്കൊരു ബില്ല് പോലെ 9 ഐറ്റം വരെ നമുക്ക് പോവാം. അപ്പം ഞാൻ ആഡ് പ്രസ് ചെയ്തു. എന്നിട്ട് ഈ വെയിറ്റ് മാറ്റണം. എന്നിട്ട് ഒന്നെങ്കിൽ റീകോൾ ചെയ്തത് ഞാൻ ഇപ്പം മൂന്നാമത് റീകോൾ ചെയ്തെടുത്തു, വെയിറ്റ് വെച്ചു, ആഡ് പ്രസ് ചെയ്തു. ഇനിയിപ്പോൾ എനിക്കിതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സേവ് ചെയ്യാത്തൊരു ഐറ്റം ആഡ് ചെയ്യണമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ജസ്റ്റ് 960 രൂപയോ എത്ര രൂപയാണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു, വെയിറ്റ് വെച്ചു, ആഡ് പ്രസ് ചെയ്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്യാഷ് ഐറ്റം അതല്ലെങ്കിൽ അച്ചാർ അങ്ങനെയൊക്കെ പാക്കറ്റ് ഐറ്റം ആണെന്നുണ്ടെങ്കിൽ അതിന് റേറ്റ് മാത്രമായിട്ട് നമുക്ക് സേവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ സേവ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതിൽ ക്യാഷ് എന്നുള്ള ബട്ടൺ ഉണ്ട്. അപ്പോൾ ക്യാഷ് അടിക്കുക. എന്നിട്ട് അതിനൊരു 90 രൂപയാണെങ്കിൽ 90 രൂപ അടിച്ച് ആഡ് പ്രസ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാണുന്നതാണ് ഈ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്കിത് റീചെക്ക് ചെയ്യാം. അതിനാണ് ഈ റീചെക്ക് ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ റീചെക്ക് പ്രസ് ചെയ്യുമ്പോൾ ഐറ്റം 1-ന് 4500 രൂപ, 2-ന് 4000, 3-ന് 4800, ഐറ്റം 4-ന് 90, ടോട്ടൽ എമൗണ്ട് ഇത്രയും വന്നു. അപ്പോൾ കസ്റ്റമറിൻ്റെ കയ്യിൽ ഒരു ക്യാഷ് കുറവാണെന്ന് വെച്ചാൽ 100 രൂപ കുറവാണെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് ആ 90 രൂപയുടെ ഐറ്റം വേണ്ട. 90 രൂപയുടെ ഐറ്റം വേണമെങ്കിൽ നമ്മൾ ഈ റീചെക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് പോകുമ്പം ആ 90 രൂപ വില കാണുന്ന അവിടെ വന്നിട്ട് ക്ലിയർ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ 90 രൂപ ഇതിനകത്ത് നിന്ന് മൈനസായി. അപ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് കാണാം. ഇപ്പോൾ നമുക്ക് കസ്റ്റമർ എന്നിട്ട് വന്നിട്ട് നമുക്കൊരു 15000 രൂപയാണ് തന്നത്. അപ്പോൾ നമുക്കറിയില്ല ഇനി എത്ര രൂപയാണ് നമുക്ക് ക്യാഷ് കൊടുക്കാൻ, ബാലൻസ് എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ബാലൻസ് പ്രസ് ചെയ്യുക, 15000 എന്ന് ടൈപ്പ് ചെയ്യുക, വീണ്ടും ബാലൻസ് പ്രസ് ചെയ്യുക. അപ്പോൾ 1700 രൂപ ബാലൻസ് കൊടുക്കണമെന്ന് മനസ്സിലാവും.